സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് നിർണായക CPM സംസ്ഥാന സെക്രട്ടറി ഉരുത്തിരിയുന്ന ആശയമെന്ന് തോന്നുന്നു. രാജിവെക്കേണ്ടതില്ല, സജി ചെറിയാൻ രാജിവെക്കേണ്ടത്. ഇന്നലെ സജി ചെറിയാൻ സംസാരിച്ചപ്പോഴും ധാർമ്മികതയുടെ പേരിൽ ആദ്യം രാജിവെച്ചു. ആ ധാർമ്മിക പ്രശ്നം പരിഹരിച്ചു. വീണ്ടും അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വന്നു. ഇനി രാജി വേണ്ടതില്ല, ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടതില്ല സജി ചെറിയാൻ എന്നുള്ളതാണ് CPM പറയുന്നത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഹൈക്കോടതി ഉത്തരവിലുള്ളത് ഗുരുതരമായ പരാമർശങ്ങളാണ്. മന്ത്രിയുടെ അവഹേളനത്തെ, ഭരണഘടനാ അവഹേളനത്തെ പറ്റി കൃത്യമായി തന്നെ എടുത്തു പറയുന്നു. കേസ് അന്വേഷണത്തിലെ ഗുരുതര വീഴ്ചകളെ പറ്റി എടുത്തു പറയുന്നു. എന്നിട്ടും രാജിവെക്കേണ്ട എന്ന് പറയുകയാണോ സജി ചെറിയാനോട് CPM? അഷ്മി, ഇന്ന് ചേർന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, അല്പസമയം മുൻപ് ചേർന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയുടെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായി. ഏതെങ്കിലും തരത്തിൽ സജി ചെറിയാൻ വീണ്ടും രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ള വിലയിരുത്തലാണ് CPMനെ സംബന്ധിച്ചിട്ടുള്ളത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും നേതൃത്വം വിലയിരുത്തുക എന്ന് നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന അഭിപ്രായം, ഒരു വിഷയത്തിൽ ഒരിക്കൽ ധാർമ്മികതയുടെ പേര് പറഞ്ഞ സജി ചെറിയാൻ രാജിവെച്ചതാണ്. ഒരു ധാർമ്മികമായിട്ടുള്ള രീതി മാത്രമായിരുന്നു അത്. വീണ്ടും കോടതി നിരീക്ഷണം വരുമ്പോൾ അക്കാര്യത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ള കാര്യം CPM ഉറപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ അന്വേഷണവുമായി സഹകരിച്ചു സജി ചെറിയാൻ. അത് മന്ത്രിസ്ഥാനം രാജിവെച്ച് സഹകരിച്ചു. ശേഷം കോടതിയിലേക്ക് പോയി. ആദ്യം കോടതി അംഗീകരിച്ചു. അതിനുശേഷം അപ്പീൽ പോയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ നിന്നും സമാനമായ രീതിയിൽ ചില പരാമർശങ്ങൾ ഉണ്ടായത്. അത് പോലീസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലെ വീഴ്ചയാണ് കോടതി പ്രധാനമായും പറഞ്ഞത്. ഇനി ഈ വിഷയത്തിൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് CPM എത്തിച്ചേർന്നത് ഈ സാഹചര്യത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും സജി ചെറിയാനെ സംബന്ധിച്ച് ഇനി തുടർ നീക്കങ്ങൾക്ക് നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ തേടണം. അതിനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട്. സജി ചെറിയാനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷം സജി ചെറിയാന്റെ രാജി ആവശ്യം കടുപ്പിച്ചു. അതിനപ്പുറത്തേക്ക് അവർ സമരപരിപാടിയിലേക്ക് പോകുന്നു. ആലപ്പുഴയിലടക്കം ഇന്ന് സമരപരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഗൗനിക്കേണ്ടതില്ല എന്നുള്ളതാണ് CPM സംസ്ഥാന നേതൃത്വം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തിയ കാര്യം. അല്പസമയത്തിനുള്ളിൽ മുന്നണി യോഗം ചേരും. മുന്നണി യോഗത്തിലും ഒരുപക്ഷേ ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്. മുന്നണി യോഗത്തിൽ പ്രധാനമായും 3 വിഷയം ചർച്ചയാകുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ധനസഹായം ലഭിക്കാത്ത സാഹചര്യം. അതിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾ മുന്നണി യോഗത്തിൽ ചർച്ചയാകും. സീപ്ലെയിനുമായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോൾ മുന്നണിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, അതും മുന്നണി യോഗത്തിൽ ചർച്ചയാകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം മുനമ്പം വിഷയമാണ്. മുനമ്പം വിഷയത്തിലെ ചില കാര്യങ്ങളും അല്പസമയത്തിനുള്ളിൽ AKG സെന്ററിൽ ചേരുന്ന മുന്നണി യോഗത്തിൽ ചർച്ചയാകും. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ സജി ചെറിയാൻ തിരുവനന്തപുരത്ത് ഇല്ല. അദ്ദേഹം ചേർത്തലയിലാണുള്ളത്. അടുത്ത ബുധനാഴ്ച മാത്രമേ സജി ചെറിയാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. പ്രതിപക്ഷ പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഗൗനിക്കേണ്ടതില്ല എന്നുള്ളതാണ് CPMന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഷഫീദ്, ഇതിൽ എവിഡൻ്റായി നിൽക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എവിഡൻ്റായി നിൽക്കുകയാണ്. അത് ഈ പറയുന്ന കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറയുന്നത് അവഹേളിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്ന് കോടതി ചോദിക്കുകയാണ്. മാത്രമല്ല, സജി ചെറിയാനെ കുറ്റമുക്തനാക്കി സമർപ്പിച്ച പോലീസ് റിപ്പോർട്ടിനെ പൂർണ്ണമായി നിരാകരിക്കുന്നു കോടതി. മാത്രമല്ല, ഇനി ഒരു ഇൻ്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കൂ എന്നുകൂടി കോടതി DGPയോട് പറയുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ കാര്യങ്ങൾ ഗ്രൗണ്ട് സീറോയിൽ തന്നെ ആദ്യം രാജിവെക്കുന്നതിന് മുമ്പുണ്ടായ എന്താണോ അവസ്ഥ, ആ അവസ്ഥയിൽ തന്നെ നിൽക്കുമ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന് CPM നൽകുന്ന രാഷ്ട്രീയ വിശദീകരണം എന്താണ് ഷഫീദ്? ഈ വിഷയത്തിൽ ഹഷ്മി, CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി CPM ഒരിക്കൽ പ്രതിരോധത്തിലായ ഒരു വിഷയമാണ്. അന്നേ CPM വിഷയത്തിലെടുത്ത നിലപാട് അത് ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗമല്ല, മറിച്ച് അക്കാര്യത്തിൽ വിമർശനമടക്കമുള്ള കാര്യങ്ങൾ